റോമൻ ചക്രവർത്തി ഡെസിയസിന്റെ ക്രൂരതകൾ ഭയന്ന് വനാന്തരങ്ങളിലേക്ക് രക്ഷപ്പെട്ട 7 വിശുദ്ധരുടെ കഥ പറയുന്നുണ്ട് ഖുറാനും ബൈബിളും. നാട്ടിലെ സുഖസൗകര്യങ്ങളെല്ലാം പിന്നിൽ ഉപേക്ഷിച്ചാണ് വിശ്വാസം കാത്തുരക്ഷിക്കാനായി അവർ വനവാസത്തിന് പോയത്. കാട്ടിലൂടെയുള്ള യാത്രക്കിടെ വിശ്രമത്തിനും പ്രാർത്ഥനയ്ക്കുമായി മുന്നിൽ കണ്ടൊരു ഗുഹയിൽ കയറി. പിന്നാലെ അപ്രതീക്ഷിതമായി ഗുഹാമുഖം അടയുന്നു. നിരാശയിൽ ആണ്ടുപോയ യുവാക്കളെ ദൈവം അവിടെ തന്നെ ഉറക്കിക്കിടത്തി. എണ്ണമറ്റ സാമ്രാജ്യങ്ങളും രാജാക്കന്മാരും നാട് ഭരിച്ചു, മണ്ണടിഞ്ഞു. വർഷങ്ങളും പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും പിന്നിട്ട് ഒടുവിൽ അവർ 7 പേരും ഉയർത്തെഴുന്നേറ്റ് ഗുഹയ്ക്ക് പുറത്തെത്തുന്നതാണ് കഥ. ഇനി 2018 വരാം. വടക്കൻ തായ്ലൻഡിലെ താം ലുവാങ് ഗുഹയിലേക്ക്. തായ് നഗരമായ ചിയാങ് റായിലെ ഒരു ജൂനിയർ ഫുട്ബോൾ ടീം പതിവ് പ്രാക്ടീസ് കഴിഞ്ഞ് സൈക്കിളിൽ വീട്ടിലേക്ക് മടങ്ങുകയാണ്. പെട്ടെന്ന് റൂട്ട് മാറ്റി താം ലുവാങ്ങിലേക്ക് തിരിച്ചു എല്ലാവരും. 11നും 16നും ഇടയിൽ പ്രായമുള്ള 12 താരങ്ങൾ, കൂടെ 25 വയസ്സുള്ള അവരുടെ കോച്ചും. കുട്ടികൾ ഓരോന്നായി ഗുഹയ്ക്കകത്തു കയറി. പിന്നാലെ പുറത്ത് കനത്ത മഴ പെയ്യുകയാണ്. ഗുഹാമുഖത്തിലൂടെ മലവെള്ളം ഇരച്ചെത്തി. 13 പേരും പുറത്തിറങ്ങാനാകാതെ അകത്തു കുടുങ്ങി. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. മഴയുടെയും മലവെള്ളത്തിന്റെയും ശക്തി കൂടുന്നുവെന്നല്ലാതെ പുറത്തേക്കുള്ള വഴികൾ മാത്രം തുറന്നില്ല. നിരാശയും നിസ്സഹായാവസ്ഥയും വിശപ്പും നിറഞ്ഞ ദിനങ്ങൾ. ഭയവും ഭീകരതയും കനത്തു നിന്ന 18 ദിവസങ്ങൾക്കൊടുവിൽ ലോകം കണ്ട മഹാരക്ഷാദൗത്യത്തിന്റെ തോളിലേറി ആ കുഞ്ഞു സോക്കർ സംഘം ജീവവെളിച്ചത്തിലേക്ക് കാലെടുത്തു വെക്കുന്നു. വിസ്മയകരവും അവിശ്വസനീയമായൊരു അതിജീവനത്തിന്റെ കഥയാണ് പറയുന്നത്. തായ്ലൻഡിലെ താം ലുവാങ് ഗുഹ സാക്ഷ്യം വഹിച്ച അത്ഭുതകരമായ റെസ്ക്യൂ ഓപ്പറേഷന്റെ കഥ. 2018 ജൂൺ 23 ചിയാങ് റായിലെ വൈൽഡ് ബോസ് ജൂനിയർ ഫുട്ബോൾ ടീമിലെ റൈറ്റ് വിങ്ങർ പീർപത് നൈറ്റ് സോംബ്യാൻജായിയുടെ 17ാം ജന്മദിനമായിരുന്നു അന്ന്. അമേരിക്കൻ ആനിമേഷൻ പരമ്പരയായ സ്പോഞ്ച് ബോബ് സ്ക്വയർ പാൻസിലെ കഥാപാത്രങ്ങളുടെ മാതൃകയിൽ മഞ്ഞ നിറത്തിൽ കേക്കും നിരവധി സമ്മാനങ്ങളും തയ്യാറാക്കി ബർത്ത്ഡേ ആഘോഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു കുടുംബം. എന്നാൽ രാവിലെ പ്രാക്ടീസിന് പോയ നൈറ്റ് വൈകിട്ട് ഏറെ വൈകിയും തിരിച്ചെത്തിയില്ല. പരിഭ്രാന്തരായി വീട്ടുകാർ ക്ലബിലും അവന്റെ സുഹൃത്തുക്കളുടെ വീടുകളിലുമെല്ലാം വിളിച്ചു ചോദിക്കുന്നുണ്ട്. എങ്കിലും നിരാശയായിരുന്നു ഫലം. ഇതേസമയം കളി കഴിഞ്ഞ് മടങ്ങും വഴി കുട്ടികൾ നൈറ്റിനൊരു ബർത്ത്ഡേ സർപ്രൈസ് പ്ലാൻ ഇടുകയായിരുന്നു. സാഹസിക സഞ്ചാരികളുടെയും ട്രെക്കിംഗ് യാത്രികരുടെയും പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നായ ഡോയി നാങ് നോൺ പർവ്വതനിരയുടെ താഴ്വാരത്തുള്ള താം ലുവാങ് ഗുഹയിലേക്കൊരു സൈക്കിൾ യാത്ര. ജന്മദിനം അവിടെ ആഘോഷിക്കാനായിരുന്നു പദ്ധതി. കുട്ടികൾക്കൊപ്പം കോച്ച് എക്കാപ്പോൾ അക്കെ ചന്തവോങ്ങും കൂടി. ഗുഹയ്ക്ക് മുന്നിൽ സുരക്ഷിതമായ ഒരിടത്ത് സൈക്കിളും ബാഗും വെച്ച് എല്ലാവരും അകത്തേക്ക് കടന്നു. ഇരുട്ടുമൂടിയ ഗുഹയ്ക്കകത്ത് ടോർച്ചും തെളിച്ച് മുന്നോട്ട് നടന്നു. 1 മണിക്കൂർ അകത്ത് ആഘോഷമാക്കി തിരിച്ചു മടങ്ങാനായിരുന്നു പ്ലാൻ. എന്നാൽ അല്പം കൂടി ഉള്ളിലേക്ക് കടന്നതോടെയാണ് പെട്ടെന്ന് പിന്നിൽ നിന്ന് മലവെള്ളം കുത്തിയൊലിച്ചെത്തിയത്. നിലയില്ലാതെ കുട്ടികൾ ഉറക്കി നിലവിളിച്ചു. പുറത്തേക്ക് ഓടാൻ നോക്കിയെങ്കിലും വെള്ളം കൂടുതൽ ശക്തമായി പ്രവഹിക്കാൻ തുടങ്ങി. പൊതുവെ സൗമ്യരൂപിയായ താം ലുവാങ് രൗദ്രഭാവം കൊള്ളുന്ന സമയങ്ങളിലൊന്നായിരുന്നു അത്. തുള്ളിമുറിയാതെ മഴ കോരിച്ചൊരിയുന്ന വർഷകാലമാണത്. മലയോരത്തെ മഴവെള്ളം മുഴുവൻ ഗുഹയിലേക്ക് കുത്തിയൊലിച്ചെത്തും. 16 അടി വരെ വെള്ളം ഉയരും. ചെളിയും ചെളിവെള്ളവും നിറഞ്ഞ് പുറത്തുനിന്ന് ആർക്കും അകത്തേക്ക് കടക്കാനാകില്ല. ഈ ചെളിക്കെട്ടിലും സാഹസത്തിന് മുതിർന്ന പലർക്കും ജീവൻ നഷ്ടപ്പെട്ട ചരിത്രവുമുണ്ട്. മഴയൊഴിയുന്ന നവംബറിനും ഏപ്രിലിനും ഇടയിലാണ് ഇങ്ങോട്ട് പൊതുവെ സഞ്ചാരികൾ എത്താറുള്ളത്. ചിയാങ് റായിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണിത്. രാത്രി വൈകിയും കുട്ടികൾ വീടുകളിൽ മടങ്ങി എത്താതായതോടെ മാതാപിതാക്കളെല്ലാം ഭയന്നു. താം ലുവാങ്ങിൽ പോകുന്ന വിവരം ക്ലബിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നേരത്തെ ഇട്ടിരുന്നു. ഈ വിവരം പുറത്തറിഞ്ഞതോടെ എല്ലാവരും ഗുഹയിലേക്ക് ഓടി. അവർ ഭയന്നത് ശരിവെക്കും വിധം മുന്നിൽ തന്നെ സൈക്കിളുകളും ബാഗും ഫുട്ബോൾ ബൂട്ടുകളും നിരന്നിരുന്നു. അപ്പോഴും മഴ തോരാതെ പെയ്യുന്നുണ്ടായിരുന്നു. ഇതേസമയം ഗുഹയ്ക്കകത്ത് മരണം മുന്നിൽ കണ്ട് കഴിയുകയായിരുന്നു അവർ 13 പേർ. അതിനിടയിലാണ് മുന്നിൽ കച്ചിത്തുരുമ്പായി ഒരു പാറക്കെട്ട് തൊട്ടടുത്തായി ശ്രദ്ധയിൽപ്പെട്ടത്. കുട്ടികളെല്ലാം അതിനു മുകളിൽ കയറിപ്പറ്റി. മണിക്കൂറുകൾ പിന്നിട്ടു. ഗുഹ ശരിക്കും വന്യരൂപം പ്രാപിച്ചിരുന്നു. അപ്പോഴേക്കും ചുറ്റും കുറ്റാക്കൂരിട്ട്, ആർത്തലച്ചു വരുന്ന മലവെള്ളം, കൊടുന്തണുപ്പ്, എങ്ങും ഭീകരത മാത്രം. കോച്ച് എക്കാപ്പോൾ പക്ഷേ കുട്ടികളെല്ലാം ചേർത്ത് പിടിച്ചു നിർത്തി അവരെ ആശ്വസിപ്പിച്ചു. ഈ രാത്രി ഇരുണ്ട് വെളുത്താൽ പുറത്തു കടക്കാനാകുമെന്ന് വിശ്വസിപ്പിച്ചു. അന്ന് രാത്രി അവർ ഉറങ്ങിയതേയില്ല. പുറത്ത് വെളിച്ചം പരന്നിട്ടും അകത്തെ ഭീകരത കെട്ടടങ്ങിയിരുന്നില്ല. പഴയ ബുദ്ധഭിക്ഷുവായ എക്കാപ്പോൾ കുട്ടികളെ ഇതിനിടയിൽ യോഗമുറകൾ അഭ്യസിപ്പിക്കുന്നുണ്ട്. അവരെ ധ്യാനമിരുത്തി സമാശ്വാസവും ആത്മവിശ്വാസവും പകർന്നു. ഒട്ടും താമസിയാതെ പുറത്തിറങ്ങാനാകുമെന്ന് പറഞ്ഞ് അവരെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരുന്നു. ബർത്ത്ഡേ ആഘോഷം പ്ലാൻ ചെയ്ത് എത്തിയതിനാൽ കയ്യിൽ അന്ന് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അല്പം എടുത്ത് എക്കാപ്പോൾ എല്ലാവർക്കും വീതം വെച്ചു. ബാക്കി കയ്യിൽ തന്നെ സൂക്ഷിച്ചു. ഗുഹയുടെ വിടവുകളിലൂടെ അരിച്ചിറങ്ങുന്ന തെളിവെള്ളത്തിൽ നിന്നാണ് എല്ലാവരും ദാഹം അകറ്റിയത്. പുറത്ത് രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ഒന്നാകെ ഉണർന്ന് പ്രവർത്തിക്കുന്നു. വിദഗ്ധ നാവിക സംഘമായ തായ് നേവി സീൽസും പോലീസും മറ്റ് രക്ഷാസേനകളും മുങ്ങൽ വിദഗ്ധരും സന്നദ്ധ സംഘങ്ങളും എല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട്.
എന്നാൽ എല്ലാ പ്രതീക്ഷകളും തകർത്ത് കോരിച്ചൊരിയുന്ന മഴയും തുടരുകയാണ്. നേവി സീൽസ് അംഗങ്ങൾ ഗുഹയ്ക്കകത്ത് കടന്നെങ്കിലും അധികം മുന്നോട്ട് പോകാനായില്ല. അതിശക്തമായ ജലപ്രവാഹം. അകത്തെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു. മുന്നിൽ കൂടുതൽ ആഴങ്ങളും അപകടങ്ങളുമാണ് പതിയിരിക്കുന്നത്. അകത്ത് ശബ്ദമോ കരച്ചിലോ ഒന്നും അവർക്ക് കേൾക്കാനായില്ല. ഇതോടെ കുട്ടികൾ ജീവനോടെ ബാക്കി ഉണ്ടാകുമോ എന്ന ആശങ്ക പുറത്തു പരന്നു. വെള്ളം മുഴുവൻ പുറത്തേക്ക് അടിച്ചൊഴിവാക്കി ഗുഹ വറ്റിക്കുക മാത്രമായിരുന്നു മുന്നിലുണ്ടായിരുന്ന പോംവഴി. വമ്പൻ സജ്ജീകരണങ്ങളുമായി നിരവധി പമ്പുകൾ വെച്ച് വെള്ളം പുറത്തേക്ക് അടിച്ചു തുടങ്ങി. എന്നാൽ പുറത്ത് മഴ കോരിച്ചൊരിയുന്നു. പമ്പ് ചെയ്ത് ഒഴിവാക്കുന്നതിലും ഇരട്ടി വെള്ളം അകത്തേക്ക് കുത്തിയൊലിച്ച് കയറുകയാണ്. ഇതോടെ മറ്റു വഴികളെക്കുറിച്ച് ആലോചിക്കുകയാണ് ഭരണകൂടം. മലയുടെ മറ്റു ഭാഗങ്ങളിൽ ഡ്രിൽ ചെയ്ത് ഗുഹയ്ക്കകത്തേക്ക് കടക്കാനുള്ള വഴി നോക്കി. ഡ്രോണുകളും തെർമൽ സെൻസറുകളും എത്തിച്ച് കുട്ടികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടന്നു. ഒരാഴ്ച പിന്നിട്ടിട്ടും ഒരു വിവരവുമില്ല. രക്ഷാപ്രവർത്തനത്തിൽ പുരോഗതിയുമില്ല. ഈ സമയത്തെല്ലാം ഊണോ ഉറക്കമോ ഇല്ലാതെ ഒരു സംഘം ഗുഹാമുഖത്ത് നിരാശമുറ്റിയ മുഖത്തോടെ കുത്തിയിരിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളുടെ അമ്മമാരും അച്ഛന്മാരും സഹോദരങ്ങളും, അവർക്കൊപ്പം പ്രാർത്ഥനയുമായി തായ് ജനതയും. സംഭവം അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചു പറ്റിയതോടെ രക്ഷാദൌത്യത്തിലേക്ക് സഹായഹസ്തം നീട്ടി വിദേശ രാജ്യങ്ങളും എത്തി. പ്രതീക്ഷയുടെ പുലരിക്കായി അന്താരാഷ്ട്ര സമൂഹം ഉദ്വേഗത്തോടെ കാത്തിരുന്നു, പ്രാർത്ഥനകളോടെ. ജൂൺ 28 ആദ്യ വിദേശ സംഘം എത്തി. അമേരിക്ക, ബ്രിട്ടൻ, ബെൽജിയം, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധരായിരുന്നു ആദ്യ സംഘത്തിലുണ്ടായിരുന്നത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് രക്ഷാപ്രവർത്തകരും സന്നദ്ധ സേവകരും വിദഗ്ധ സംഘങ്ങളും എത്തി. പ്രസാദ് കുൽക്കർണി, ശ്യാം ശുക്ല എന്നിങ്ങനെ 2 ഇന്ത്യക്കാരും ദൗത്യത്തോടൊപ്പം ചേരുന്നുണ്ട്. ഇന്ത്യൻ വാട്ടർ പമ്പ് നിർമ്മാതാക്കളായ കിർലോസ്കറിൽ എഞ്ചിനീയർമാരായിരുന്നു ഇരുവരും. ഈ കമ്പനി തന്നെയാണ് ഇരുവരെയും ദുരന്ത സ്ഥലത്തേക്ക് അയക്കുന്നത്. എല്ലാവരും ചേർന്ന് പ്രതികൂലമായ കാലാവസ്ഥയോട് പൊരുതി രക്ഷാദൌത്യത്തിന് വേഗം കൂട്ടി. ജൂലൈ 1 കുട്ടികളെ കാണാതായിട്ട് 9 നാൾ പിന്നിടുമ്പോൾ ദൗത്യത്തിൽ ആദ്യമായി ഗുഹാമുഖത്ത് പ്രതീക്ഷയുടെ തിരുനാളം. കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഗുഹയ്ക്കകത്തെ വലിയൊരു നിലവറയിലെത്തി രക്ഷാപ്രവർത്തകർ. കുട്ടികൾ ജീവനോടെ ഉണ്ടെന്ന് സൂചനകൾ ലഭിച്ചു. പിന്നാലെ ബ്രിട്ടീഷ് നാവികരായ ജോൺ വോളന്തനും റിക് സ്റ്റാൻഡനും താം ലുവാങ്ങിന്റെ ഉള്ളറകളിലേക്ക് ഊളിയിട്ടു. ചെളി നിറഞ്ഞ ചതുപ്പ് നിലങ്ങളിലൂടെ ജീവൻ പണയം വെച്ച് ജീവന്റെ തുടിപ്പ് തേടി അലയുകയാണവർ. കുട്ടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം അരിച്ചു പിറക്കിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. നിരാശരായില്ല, വീണ്ടും മുന്നോട്ട് തന്നെ. ഒടുവിൽ ഗുഹയുടെ വന്യതയിൽ മുന്നിലതാ ഒരു വിസ്മയം. ജോണിന്റെ ടോർച്ചിലെ പ്രകാശത്തിൽ കാത്തിരുന്ന കാഴ്ച. ഒരു പാറക്കെട്ടിന് മുകളിൽ അവർ ഒന്നായി നിൽക്കുന്നു. ഇത്രയും നാൾ തളരാതെ, പ്രതീക്ഷ കൈവിടാതെ രക്ഷാകരങ്ങൾക്ക് കാത്തിരുന്ന കുട്ടികൾക്ക് മുന്നിൽ മാലാഖമാരെ പോലെ അവർ 2 പേർ. നിങ്ങൾ എത്ര പേരുണ്ടെന്ന് കുട്ടികളോട് ജോൺ ചോദിക്കുന്നു. 13 പേർ, ഒരേ ശബ്ദത്തിൽ കുട്ടികൾ പറഞ്ഞു. 13 പേർ, അവരെല്ലാം ജീവനോടെയുണ്ട്. ആഹ്ലാദവും ആശ്ചര്യവും ആശ്വാസവും ഉള്ളിലടക്കാനാകാതെ ജോണും റിക്കും ഉറക്കെ വിളിച്ചു പറഞ്ഞു. 2 പേരും കുട്ടികൾക്കടുത്തെത്തി അവർക്ക് ആത്മവിശ്വാസം പകർന്നു. ധൈര്യമായിരിക്കൂ, ഉടൻ രക്ഷിക്കാൻ ആളെത്തുമെന്ന് ആശ്വസിപ്പിച്ചു. ടോർച്ച് കുട്ടികളുടെ കയ്യിൽ കൊടുത്ത് ഭക്ഷണവുമായി വരാമെന്ന് പറഞ്ഞ് മടങ്ങി. ആ വിസ്മയകരമായ നിമിഷങ്ങൾ കയ്യിലുണ്ടായിരുന്ന ക്യാമറയിൽ ഒപ്പിയെടുക്കാനും 2 പേരും മറന്നില്ല. അവരത് ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഗുഹയ്ക്ക് പുറത്തും തായ്ലൻഡിലും ലോകത്തൊന്നാകെയും ആഹ്ലാദം തിര തല്ലി. തങ്ങളുടെ മക്കളെ ജീവനോടെ കണ്ട മാതാപിതാക്കൾ വികാരാവേശത്തോടെ കണ്ണീർ തൂകി. പിന്നാലെ തായ് സൈന്യത്തിലെ മെഡിക്കൽ സംഘവും നേവി സീലിന്റെ ഡൈവർമാരും കുട്ടികളുടെ അടുത്തേക്ക്. അവർക്ക് ഭക്ഷണവും വെള്ളവും കൈമാറി. അടിയന്തരമായ വൈദ്യ പരിചരണവും നൽകി. ഇത്രയും നാൾ ജീവനിൽ പ്രതീക്ഷ കൈവിടാതെ 13 പേരും അകത്ത് അതിജീവിച്ചെങ്കിലും മറ്റൊരു ദുരന്തത്തിനും ആ ദിവസം സാക്ഷിയാകുന്നുണ്ട്. കുട്ടികൾക്കുള്ള ഓക്സിജൻ അടങ്ങിയ എയർ ടാങ്കുമായി പുറപ്പെട്ട രക്ഷാപ്രവർത്തകനും മുൻ നേവി സീൽ ഡൈവറുമായ സമൻ ഗുനൻ ഗുഹയിൽ ബോധരഹിതനായി വീണു. ഒപ്പമുണ്ടായിരുന്നവർ ഉടൻ തന്നെ പുറത്തെത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. സമന്റെ മരണത്തോടെ രക്ഷാപ്രവർത്തനം കൂടുതൽ ആശങ്കയിലായി. മുങ്ങൽ വിദഗ്ധനാണ് പാതി വഴിയിൽ ജീവശ്വാസം നിലച്ച് വീണത്. കുട്ടികളിൽ പലർക്കും നീന്തൽ അറിയാത്തവരുമാണ്. ഇതിനിടെ കൂടുതൽ ആശങ്കയായി ഗുഹയ്ക്കകത്തെ ഓക്സിജൻ നില 15% താഴ്ന്നു. 3 വഴികളാണ് ദൗത്യസംഘത്തിന് മുന്നിലുണ്ടായിരുന്നത്. കുട്ടികളെ നീന്തൽ പഠിപ്പിച്ച് പുറത്തെത്തിക്കുക. അവശനിലയിലുള്ള കുട്ടികളെ ഈ സമയത്ത് നീന്തൽ പരിശീലിപ്പിക്കുന്നത് തീർത്തും ശ്രമകരമായിരുന്നു. ഇത് നടക്കുന്നില്ലെങ്കിൽ അകത്തെ വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്ത് ഒഴിവാക്കണം. എത്ര വലിയ സജ്ജീകരണങ്ങൾ ഒരുക്കിയാലും ഇത് ആഴ്ചകൾ എടുക്കും. മുകളിൽ നിന്ന് ഡ്രില്ല് ചെയ്ത് പുതിയ വഴിയുണ്ടാക്കി കുട്ടികളെ പുറത്തെത്തിക്കാനാകുമോ എന്നാണ് പിന്നീട് ആലോചിച്ചത്. കുട്ടികളെ പുറത്തെത്തിക്കാനായി ചെറിയ ബോട്ടുകൾ നൽകാമെന്ന് ടെസ്ല തലവൻ ഇലോൺ മസ്കിന്റെ ഓഫറും എത്തി. ജൂലൈ 7 കുട്ടികൾ ഗുഹയിൽ അകപ്പെട്ട് 2 ആഴ്ച പിന്നിടുന്ന ദിവസം തായ് ഭരണകൂടം നിർണായകമായൊരു പ്രഖ്യാപനം നടത്തി. കുട്ടികളെല്ലാം ഉടൻ പുറത്തെത്തിക്കാൻ പോകുന്നു. ഇതിലും അനുയോജ്യമായൊരു ദിവസം ഇനി കിട്ടാനില്ല. എല്ലാ വർഷവും ജൂലൈ 10 താം ലുവാങ്ങിനെ പ്രളയം കീഴടക്കാറുണ്ടെന്ന നാട്ടുകാരുടെ മുന്നറിയിപ്പും രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ ഭരണകൂടത്തെ പ്രേരിപ്പിച്ചു. മാധ്യമപ്രവർത്തകരോടും സന്നദ്ധ പ്രവർത്തകരോടും ദുരന്ത ഭൂമിയിൽ നിന്ന് മാറാൻ നിർദ്ദേശവും നൽകി.
കൂടുതൽ രക്ഷാപ്രവർത്തകർ ഗുഹയ്ക്കകത്തേക്ക്. അകത്ത് മരം കോച്ചും തണുപ്പാണ്, നിറയെ ചെളിക്കെട്ടും. പ്രതിബന്ധങ്ങളെല്ലാം അതിജീവിച്ച് അവർ ഓരോന്നായി വടം കെട്ടി അകത്തു കയറി. കുട്ടികളെ ഓരോരുത്തരായി നിർത്തി ഫേസ് എയർ മാസ്ക് ധരിപ്പിച്ച് ഡൈവർമാരുടെ തോളിൽ ബന്ധിച്ചു. മറ്റൊരു ഡൈവർ പിന്നിൽ അനുഗമിക്കുകയും ചെയ്തു. ഇടുങ്ങിയ ഭാഗങ്ങളിൽ എത്തുമ്പോൾ എയർ ടാങ്കുകൾ അഴിച്ചു പിടിച്ചാണ് ഡൈവർമാർ കുട്ടികളെ കൊണ്ടുപോയത്. കുറച്ചു കഴിഞ്ഞ് കുട്ടികളെ സ്ട്രെച്ചറുകളിലേക്ക് മാറ്റി. ഗുഹയുടെ ഒരറ്റത്ത് നിന്ന് പുറത്തേക്ക് കെട്ടിയ വടത്തിൽ ബന്ധിച്ച് മുന്നോട്ട്. ഓരോരുത്തർക്കുമൊപ്പം 5 പേരടങ്ങുന്ന രക്ഷാസംഘവും കുത്തനെയുള്ള പ്രദേശങ്ങളിൽ റെസ്ക്യൂ സംഘവും കൈകോർത്ത് മനുഷ്യച്ചങ്ങല തീർത്തു. കുട്ടികളെ എടുത്തുയർത്തി. അവസാനം 18-ാം നാൾ താം ലുവാങ്ങിന്റെ കൂരിരുട്ടിൽ നിന്ന് ആദ്യത്തെ കുട്ടി പുറം ലോകത്തിന്റെ വെളിച്ചത്തിലേക്ക്. എങ്ങും ആഹ്ലാദാരവങ്ങൾ, വൈകാരികമായ നിമിഷങ്ങൾ. അടുത്തു തന്നെ സജ്ജമാക്കി നിർത്തിയിരുന്ന ആംബുലൻസിൽ അതിവേഗത്തിൽ ആശുപത്രിയിലേക്ക്. പിന്നാലെ കുട്ടികളെ ഓരോന്നായി പുറത്തെത്തിച്ചു. അവസാനമായി അവരുടെ പ്രിയപ്പെട്ട കോച്ചും. എല്ലാവരെയും ആംബുലൻസുകളിൽ ചിയാങ് റായ് നഗരത്തിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദൗത്യം പക്ഷെ അവിടെ തീർന്നിരുന്നില്ല. കുട്ടികളെ രക്ഷിക്കാനെത്തിയ നേവി സീൽ ഡൈവർമാരും മെഡിക്കൽ സംഘവും ഓസ്ട്രേലിയൻ ഡൈവറും ഡോക്ടറുമായ റിച്ചാർഡ് ഹാരിസ് ഉൾപ്പെടുന്ന വിദഗ്ധരും ഗുഹയ്ക്കകത്ത് തന്നെയാണ്. കുട്ടികളെ പുറത്തെത്തിച്ചതിന് പിന്നാലെ മലവെള്ളം വീണ്ടും ഗുഹയിലേക്ക് ഇരച്ചെത്തി. ഒടുവിൽ അതിസാഹസത്തിലൂടെ എല്ലാവരെയും ഓരോന്നായി പുറത്തെത്തിച്ചു. അവസാനത്തെ മനുഷ്യനും ഗുഹാമുഖം വിട്ടിറങ്ങിയ ആ വാർത്ത ലോകം നിറകണ്ണുകളോടെ വായിച്ചു. ദൃശ്യങ്ങൾ മനം നിറയെ കണ്ടു. കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കയിലായിരുന്ന ലോകത്തിന് മുന്നിലേക്ക് ജൂലൈ 11-ന് അവർ 13 പേരുടെയും ദൃശ്യങ്ങളെത്തി. ആശുപത്രി കിടക്കയിൽ ഫേസ് മാസ്കും ഗൗണും ധരിച്ച് അവർ ലോകത്തിന് നേർക്ക് കൈ വീശി കാണിച്ചു. വിജയചിഹ്നം ഉയർത്തിക്കാട്ടി, കൈകൂപ്പി നന്ദി പറഞ്ഞു. അസാധ്യമെന്ന് കരുതിയ മിഷൻ വിജയതീരം തൊട്ട ആഹ്ലാദത്തിൽ തായ് നേവി സീൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറിച്ചു: ഇത് മഹാത്ഭുതമാണോ, അതോ ശാസ്ത്രമോ, അതെല്ലാം മറ്റെന്തെങ്കിലുമാണോ? ഒരു നിശ്ചയവുമില്ല ഞങ്ങൾക്ക്.